ഞാൻ ജോണി ലൂക്കോസ്. ഇപ്പോൾ മനോരമ ന്യൂസ് ചാനലിൻ്റെ ന്യൂസ് ഡയറക്ടറാണ്. അതിരമ്പുഴയിലാണ് എൻ്റെ വീട്. ഏറെക്കാലമായി കൊച്ചിയിൽ താമസം. ഡിഗ്രി പഠനകാലം KE കോളേജിലായിരുന്നു. 1975 മുതൽ 1980 വരെ. അതിനുശേഷം CMS കോളേജിൽ MA പഠനം. ശരിക്കും ഒരു നാട്ടിൻപുറത്തുകാരനായിരുന്ന എൻ്റെ മുന്നിൽ ഒരുപാട് അവസരങ്ങൾ തുറന്നിട്ട കലാലയമാണ് KE കോളേജ്. ഞാൻ അവസരങ്ങൾ ചാടിപ്പിടിച്ചു എന്നൊന്നും പറയാൻ കഴിയില്ല. എന്നാൽ അധ്യാപകരുടെ സ്നേഹഭരിതമായ പ്രേരണ കൊണ്ട് ഞാൻ അതിലൊക്കെ ചെന്നുപെട്ടു എന്നാണ് പറയേണ്ടത്. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഡയറക്ടർ ബോർഡിലെ വിദ്യാർത്ഥി പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഡിഗ്രി കാലത്ത് കോളേജ് യൂണിയൻ അംഗമായിരുന്നു. ഒറേറ്ററി ക്ലബിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഡിബേറ്റിംഗ് ടീം അംഗമായിരുന്നു. മാഗസിൻ എഡിറ്റോറിയൽ ബോർഡിലും അംഗമായിരുന്നു. കോളേജ് ലിറ്റററി ചാമ്പ്യനായിരുന്നു. IKF വളരെ സജീവമായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് KE കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഫസ്റ്റ് ക്ലാസ് നേടിയത് എനിക്കൊരു അഭിമാന മുഹൂർത്തമായിരുന്നു. അന്ന് കേരള യൂണിവേഴ്സിറ്റിയാണ്. ഫസ്റ്റ് ക്ലാസ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അപൂർവമായിരുന്ന കാലം. യാതൊരു ഇംഗ്ലീഷ് പശ്ചാത്തലവുമില്ലാത്ത തനി മലയാളം മീഡിയം നാട്ടിൻപുറത്തുകാരന് ഇത് സാധ്യമാക്കിയതിൽ എൻ്റെ അധ്യാപകരുടെ പങ്ക് വളരെ വലുതാണ്. അന്ന് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമല്ല മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകരും എൻ്റെ ഈ നേട്ടത്തിൽ വളരെ സന്തോഷിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നീട് ഞാൻ CMS കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടി. അവിടെ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. പത്രത്തിലും ചാനലിലുമായി മനോരമയിൽ 40 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്നു. 10 വർഷത്തിലേറെ തിരുവനന്തപുരത്ത് ന്യൂസ് എഡിറ്ററായിരുന്നു. ചാനലിൽ നേരെ ചൊവ്വ എന്നൊരു അഭിമുഖ പരിപാടി 750ഓളം എപ്പിസോഡായി. ഒട്ടേറെ അവാർഡുകൾ അതിന് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഭാര്യ നീന, മകൾ ഗീതിക അമേരിക്കയിലും മകൻ ജസൽ ജർമ്മനിയിലും ജോലി ചെയ്യുന്നു. 4 പതിറ്റാണ്ട് മുമ്പ് EPSA, അതായത് ഏലിയൻ ഫോർമർ സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപവൽക്കരിച്ചിരുന്നു. ഇപ്പോൾ ബംഗാൾ ഗവർണറായ CV ആനന്ദബോസും ജെയിംസ് ജോസഫും ഞാനും അതിൻ്റെ ഭാരവാഹികളായിരുന്നു എന്ന് ഓർക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തനം മുന്നോട്ട് പോയില്ല. ഇപ്പോൾ KE കോളേജ് വജ്ര ജൂബിലിയോടനുബന്ധിച്ചുള്ള സംഗമത്തിന് ലോകമെങ്ങുമുള്ള പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്ന് കിട്ടിയ പ്രതികരണങ്ങൾ KE കോളേജ് ഒരു വികാരമാണ് എന്ന് നമ്മോട് പറയുന്നുണ്ട്. 35,000-ഓളം പേർ ഇതിനകം ബന്ധപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജൂൺ 23-നുള്ള ആ അലംനൈ മീറ്റിൽ നിങ്ങളെയൊക്കെ കാണാൻ ഞാനും കാത്തിരിക്കുന്നു.